സൈലന്റ് ലേണിംഗിലോട്ട് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗോസസ് തിയറവും അതിന്റെ ആപ്ലിക്കേഷനുമാണ്. ഈ ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ 90% ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഗോസസ് തിയറത്തിന്റെ 3 ആപ്ലിക്കേഷനും ഒരൊറ്റ സ്ട്രെച്ചിൽ വളരെ നിസ്സാരമായി ഈ 3 എണ്ണത്തിനെയും എങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം അതാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഈ 3 ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റ് ആക്കും, അടിപൊളിയാക്കും. എങ്കിൽ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ 3 ആപ്ലിക്കേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു രണ്ടാമത്തെ സ്പെറിക്കൽ ഷെല്ല് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്, മൂന്നാമത്തെ പ്ലെയിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ ഡെറിവേഷൻ എല്ലാം കീ പോയിന്റുകൾ എന്ന് പറയുന്ന ഫസ്റ്റ് ഫിഗർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോ ഫിഗർ ആയിട്ട് നോക്കാം. ആദ്യം ലൈൻ ചാർജ് ആണ്. പേര് പോലെ തന്നെയാണ്. നിങ്ങൾ ആദ്യം എന്ത് വരയ്ക്കുക? ഒരു ലൈൻ വരയ്ക്കുക. റെഡി? ഈ ലൈനകത്ത് പോസിറ്റീവ് ചാർജിനെ വരയ്ക്കുക. ഉഷാറ് സാധനം. ഓക്കെ, ലൈൻ ചാർജ് ആണ്. യെസ്. ഇനി നിങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു ഗോഷ്യൻ സർഫസ്. ലൈൻ ആണോ? ഗോഷ്യൻ സർഫസ് സിലിണ്ടർ ആയിരിക്കും. യെസ്, ഒരു ഗോഷ്യൻ സർഫസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് ചുറ്റും ഡ്രോ ചെയ്യുക. ഗോഷ്യൻ സർഫസിനെ ഞാൻ നീല കളറിൽ കാണിക്കുന്നു. ദിസ് ഈസ് അവർ ഗോഷ്യൻ സർഫസ്. ഓക്കെ, നമ്മൾ ഒരു ഗോഷ്യൻ സർഫസ് എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, ഈ റേഡിയസ്, ഗോഷ്യൻ സർഫസിന്റെ റേഡിയസിനെ നമ്മൾ ആർ എന്ന് വിളിച്ചു. ഗോഷ്യൻ സർഫസിന്റെ ആ ഒരു ഹൈറ്റിനെ നമ്മൾ എൽ എന്ന് വിളിച്ചിരിക്കുകയാണ്. റെഡി അല്ലടാ മക്കളെ? ഇനി അടുത്തത് സെക്കൻഡ് എടാ സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പൊ നമ്മുടെ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്തായിരിക്കും? സോറി, നമ്മുടെ സ്പിയർ ആണ്. ആ സ്പിയറിനകത്ത് ചാർജ് ഇരിപ്പുണ്ട്. പോസിറ്റീവ് ചാർജ് തന്നെയാണ് ഇവിടെ നമ്മൾ വരക്കുന്നത്. ഇനി വരക്കേണ്ടത് എന്താണ്? ഗോഷ്യൻ സർഫസ് ആണ്. ഈ സ്പിയറിനെ കവർ ചെയ്യുന്ന ഗോഷ്യൻ സർഫസ് അത് അടിപൊളിയായിട്ട് നമ്മൾ വരക്കുന്നു. അതും മറ്റൊരു സ്പിയർ തന്നെയാണ്. നമ്മൾ വരക്കുന്നത്. എങ്കിൽ നമുക്ക് ഇതിന്റെ റേഡിയസ് മാർക്ക് ചെയ്യാം. ഈ കുഞ്ഞു സ്പിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തു. വലിയ സ്പിയറിന്റെ റേഡിയസ് സ്മോൾ ആർ എന്ന് കൊടുത്തു. നമുക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഇനി അടുത്ത മൂന്നാമത്തത് പ്ലെയിൻ ഷീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പ്ലെയിൻ ഷീറ്റ് വരയ്ക്കുന്നു. റെഡി? പ്ലെയിൻ ഷീറ്റ് വരച്ചു. പോസിറ്റീവ് ചാർജ് ആണ്. യെസ്. ഇനി നമ്മുടെ അടുത്ത് ഗോഷ്യൻ സർഫസ് ആണ്. ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ് ഇവിടെ വരക്കുന്നത്. ഒരു സിലിണ്ടറിക്കൽ, ആ ഒരു ഷീറ്റിനകത്തൂടെ തുളഞ്ഞു കയറി പോകുന്ന ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ്. ഈ ഗോഷ്യൻ സർഫസിന്റെ ഈ മുകളിലത്തെ ഏരിയ ഡി എസ് ആണ്. ഈ ബേസ് ഏരിയയും ഡി എസ് ആണ്. താഴത്തെ ഏരിയയും എന്ത് തന്നെയാണ്? ഡി എസ് തന്നെയാണ്. ഇനി ഫിഗർ വരച്ചു കഴിഞ്ഞു. സെക്കൻഡ് കീ പോയിന്റ് ഗോസസ് തിയറം അപ്ലൈ ചെയ്യുക. എന്താണ് മക്കളെ ഗോസ് തിയറം പറയുന്നത്? സർഫസ് ഇന്റഗ്രൽ E dot ds. സർഫസ് ഇന്റഗ്രൽ E dot ds is equal to 1/epsilon 0 into q. ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് 3 ഡെറിവേഷനും ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന. ഫസ്റ്റ് സ്റ്റെപ്പ് കോപ്പി പേസ്റ്റ് അടിക്കുക. 3 ഡെറിവേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പും ഡിറ്റോ സെയിം തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യുന്നത്? ഈനെ നമ്മൾ പുറത്താക്കി, ഇലക്ട്രിക് ഫീൽഡിനെ പുറത്താക്കി. ഇന്റഗ്രൽ ഡി എസ് നമ്മൾ എടുത്തു. 1/epsilon 0 into q. ഈ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റഡ്. കണ്ടോ? ഇതാണ് ഈ ഡെറിവേഷന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സെയിം സ്റ്റെപ്പ് 3 റിപ്പീറ്റ് ആയി വന്നിരിക്കുന്നു. ഇനി അടുത്ത പരിപാടി ഇന്റഗ്രൽ ഡി എസിനെ കണ്ടുപിടിക്കണം. ഓരോ ഗോഷ്യൻ സർഫസിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജിനെയും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ പരിപാടി. ആദ്യം നമ്മൾ ഇന്റഗ്രൽ ഡി എസിനെ കണ്ടുപിടിക്കുന്നു, പിന്നെ ക്യൂവിനെ കണ്ടുപിടിക്കുന്നു. എടാ ഇന്റഗ്രൽ ഡി എസ് എന്താ? ഇന്റഗ്രൽ ഡി എസ് ഫ്ലെക്സ് കടന്നു പോകുന്ന ഏരിയ. നിങ്ങൾ ഈ ഒരു ലൈൻ ചാർജ് എടുത്താൽ ഫ്ലെക്സ് ഈ കർവ്ഡ് സർഫസ് ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയിലൂടെയാണ് ഫ്ലെക്സ് കടന്നു പോകുന്നത്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഒരു സിലിണ്ടറിന്റെ 2πr into L. ബേസ് അല്ലെ, പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് എന്തെന്ന് പറഞ്ഞ കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ നമ്മൾ എഴുതി ഇന്റഗ്രൽ ഡി എസിന് പകരം 2πrl എന്ന് എഴുതി. അടിപൊളി. ഇനി ഇതേപോലെ ഇങ്ങോട്ട് വന്നോ. അടുത്ത് നമ്മുടെ ഇരിക്കുന്നത് ഈ ഗോഷ്യൻ സർഫസ്. ഇതാണ് ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. ഫ്ലെക്സ് കടന്നു പോകുന്നത് ആ സിലിണ്ടറിന്റെ സർഫസിലൂടെയാണ് സിലിണ്ടർ അല്ല, ഒരു സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. അപ്പൊ ഫ്ലെക്സ് കടന്നു പോകുന്ന ആ സ്പിയറിന്റെ സർഫസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ അകത്തിരിക്കുന്ന ഈ സ്പെറിക്കൽ ഷെൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയല്ല കടന്നു പോകുന്നത്. അപ്പോൾ ആ വലിയ സ്പിയറിന്റെ ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത്. ആ വലിയ സ്പിയറിന്റെ ഏരിയ, ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 4πr² ആണ്. ക്യാപിറ്റൽ R² ആണ്. ഇനി അടുത്തത് നമ്മൾ എടുക്കുമ്പോൾ മൂന്നാമത്തെ കേസിൽ നിങ്ങൾ നോക്കിയേ, ഫ്ലെക്സ് കടന്നു പോകുന്നത് മുകളിലത്തെ ഈ ഏരിയയിലൂടെയും താഴത്തെ ഏരിയയിലൂടെയും മാത്രമാണ് ഫ്ലെക്സ് കടന്നു. ഇതിലേക്കൂടെ ഫ്ലെക്സ് കടന്നു പോകത്തില്ല. അപ്പോൾ ഫ്ലെക്സ് കടന്നു പോകുന്നത് ഇതിലേക്കൂടെ മാത്രമാണ്. ആ മുകളിലത്തെ ഏരിയയിലൂടെയും താഴത്തെ ഏരിയയിലൂടെയും. അപ്പൊ ഇന്റഗ്രൽ ഡി എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? E into 2ds എന്ന് കൊടുക്കാം. അടിപൊളി. രണ്ടിടത്തുകൂടിയാണ് ഇലക്ട്രിക് ഫ്ലെക്സ് കടന്നു പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ഹാൻഡ് സൈഡ്.
1/ε0 എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, ഇനി ക്യൂ ആണ്. എടാ ക്യൂ എന്ന് പറയുന്നത് ഈ ഗോസിയൻ സർഫസിന്റെ അകത്തിരിക്കുന്ന ചാർജ് ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെങ്കിൽ, ഈ ലൈനകത്തിരിക്കുന്ന ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെങ്കിൽ നമുക്കറിയാം അതായത് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു എൽ ആയിരിക്കും. ഓക്കെ അല്ലടാ. ഇനി ഇവിടെ സർഫസിലാണ്, ഒരു സ്പിയർ എടുത്താൽ സർഫസിലാണ് ചാർജ് ഇരിക്കുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു ടോട്ടൽ ഏരിയ. ഏരിയ എന്താണ്? സ്പിയർ ആയതുകൊണ്ട് 4πr² ആണ്. അടിപൊളി. 4π എന്തായിരിക്കും? 4π എന്തായിരിക്കും മക്കളെ? ഇവിടെ ചെറിയൊരു വിഷയമുണ്ട്. ഇത് നമ്മുടെ സ്മോൾ ലെറ്റർ ആർ ആണ് വരുന്നത് കേട്ടോ. സ്മോൾ ലെറ്റർ ആർ ആണ്, സ്മോൾ ലെറ്റർ r² ആണ്. ഇവിടെയാണ് ക്യാപിറ്റൽ ലെറ്റർ r² വരുന്നത്. ഇനി അടുത്തത് ഇവിടെ എവിടെയാ ചാർജ് ഇരിക്കുന്നത്? അത് നമ്മുടെ ആ ഷീറ്റിലാണ് ചാർജ് ഇരിക്കുന്നത്, സർഫസിലാണ്. അപ്പൊ അവിടുത്തെയും നമുക്ക് എഴുതാം Q is equal to സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ds. അവിടുത്തെ ഏരിയ എന്താണ്? ചാർജ് ഇരിക്കുന്ന സ്ഥലം ഇതല്ലേടാ, ഇവിടുത്തെ ഏരിയയും ds അല്ലേ. അപ്പൊ സിഗ്മ ഇൻറ്റു നമുക്ക് കൊടുക്കാം, ds കൊടുക്കാം. ഇനി ഇതിട്ട് കൊടുത്താൽ ആൻസർ ആയി. എടാ ഇവിടെ നമുക്ക് ക്യൂന് പകരം ഇട്ട് കൊടുക്കാം ലാംഡ ഇൻറ്റു എൽ. ഇവിടെ നമ്മൾ ക്യൂന് പകരം ഇട്ട് കൊടുക്കുന്നു 1/ε0 ഇൻറ്റു സിഗ്മ 4π ക്യാപിറ്റൽ r² ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഇട്ട് കൊടുക്കുന്നു 1/ε0, നമ്മൾ ഇട്ട് കൊടുക്കുന്നു സിഗ്മ ഇൻറ്റു ds. വെട്ടിക്കളയുക. എല്ല് വെല്ലും വെട്ടിക്കളയാം. ഇവിടെ 4π നമുക്ക് വെട്ടിക്കളയാം. ഇവിടെ നമുക്ക് dsഉം വെട്ടിക്കളയാം. അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എഴുതിയാൽ അടിപൊളിയായി. then E is equal to നമുക്ക് എഴുതാം. E is equal to മക്കളെ എന്ത് കിട്ടൂടാ? ലാംഡ ε0 2πr. ഉഷാറല്ലേ? പെട്ടിക്കകത്തിട്ടോ. ആൻസർ കിട്ടിയ അപ്പോൾ പെട്ടിക്കകത്ത് വരച്ചു വെച്ചോണം. ആൻസർ കിട്ടിയാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടിക്കകത്ത് വരച്ചു വെക്കണം. അടുത്ത് നോക്കടാ. then E is equal to ഇവിടെ നമുക്ക് എന്താ E is equal to കിട്ടുന്നത്? യെസ്, സിഗ്മ/ε0 ക്യാപിറ്റൽ r² ഡിവൈഡ് ബൈ സ്മോൾ r². അവിടെ നമ്മൾ എന്തിനെ വരച്ചു വെക്കുന്നു? അന്തസ്സുള്ള ഒരു പെട്ടി വരച്ചു വെക്കുകയാണ്. then last and final then E is equal to മക്കളെ നമുക്ക് എന്ത് കിട്ടുവാടാ? സിഗ്മ/2ε0 എന്ന് കിട്ടി. അവിടെ ഇതാ നമ്മുടെ അന്തസ്സുള്ള പെട്ടി വരച്ചു വെക്കുന്നു. ഇത്ര എളുപ്പത്തിൽ, ഇത്ര നിസ്സാരമായി നമ്മൾ ഇതാ ഗോസസ് തിയറം കഴിഞ്ഞിരിക്കുന്നു. ഉഷാറായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഗോസ് തിയറം ആപ്ലിക്കേഷനും. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഡെറിവേഷനും എളുപ്പത്തിൽ നമ്മൾ ക്രാക്ക് ചെയ്യുകയാണ്. ഇതിന്റെ കീ പോയിന്റുകൾ എന്താണ്? ഫിഗർ പഠിക്കുക, ഗോസസ് തിയറമാണ്. ഗോസസ് തിയറം എഴുതി കഴിഞ്ഞാൽ ഇന്റഗ്രൽ ds വരുന്നത് ആ ഗോസിയൻ സർഫസ്, ഫ്ലെക്സ് കടന്നു പോകുന്ന സർഫസിന്റെ ഏരിയ ആണ്. Q എന്ന് പറയുന്നത് ആ ചാർജ് ഇരിക്കുന്ന എവിടെയാണോ അതിലിരിക്കുന്ന ടോട്ടൽ ചാർജ് ആണ്. ലൈനകത്താണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ലൈൻ ചാർജ് ഡെൻസിറ്റി, സർഫസിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇൻ ടേംസ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇത്രയുമുള്ള അവിടുത്തെ കീ പോയിന്റ്. വെറും 3 കീ പോയിന്റുകൾ മാത്രം. ഇങ്ങനെ കീ പോയിന്റുകൾ വെച്ച് ഡെറിവേഷൻ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാമെങ്കിൽ എല്ലാ ഡെറിവേഷനും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ മാത്രമാണ്. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് കൊടുക്കുക. വേണമെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരോട് എന്ത് ചെയ്യുക? ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.